നമസ്കാരം. KSRTC സ്വിഫ്റ്റ് ബസിന് നേരെ ആക്രമണം, 3 പേർ അറസ്റ്റിൽ. പ്രധാന വാർത്തകൾ. മുട്ടിലിൽ KSRTC സ്വിഫ്റ്റ് ബസിന് നേരെ ആക്രമണം, ബസിന്റെ ചില്ല് തകർത്തത് ബൈക്കുകളിലെത്തിയ 3 പേർ. പരിക്കേറ്റ ബസ് ഡ്രൈവർ ചികിത്സയിൽ. ആക്രമണം ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും മാറാൻ കാരണം ബസ്സാണെന്ന് ആരോപിച്ച് സംഭവത്തിൽ മീനങ്ങാടി സ്വദേശികളായ 3 പേർ അറസ്റ്റിൽ. ഭൂമി ഏറ്റെടുക്കലിനെതിരെ എൽസ്റ്റൺ സുപ്രീം കോടതിയിൽ. പുനരധിവാസ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് നിരാശാജനകമെന്ന് ദുരന്ത ബാധിതർ. എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായി മന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ നാളെ ചർച്ച കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ. സംയുക്ത സമരസമിതി സമരം നടത്തിവരുന്നത് എസ്റ്റേറ്റിൽ നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും. വിശദമായ വാർത്തകളിലേക്ക്. മുട്ടിലിൽ KSRTC സ്വിഫ്റ്റ് ബസിന് നേരെ ആക്രമണം. ബൈക്കുകളിലെത്തിയ 3 പേരാണ് ബസിന്റെ ചില്ല് തകർത്തത്. ഇന്നലെ രാത്രി 9:30യോടെയാണ് സംഭവം. ബാംഗ്ലൂരിൽ നിന്ന് വന്നിരുന്ന ബസിന്റെ ചില്ലാണ് കല്ലുകൊണ്ട് പൊട്ടിച്ചത്. താഴെമുട്ടിലാണ് സംഭവം. പരിക്കേറ്റ ഡ്രൈവർ ഇടുക്കി സ്വദേശി പ്രശാന്ത് കൽപ്പറ്റ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും മാറാൻ കാരണം ബസ്സാണ് എന്നാരോപിച്ചായിരുന്നു ആക്രമണം. എവിടെ തട്ടിയ തട്ടിയെന്നാണ് എനിക്കറിയില്ല. അവിടെ ഞാൻ കാറിനെ കണ്ടില്ല. ആ വണ്ടിയിൽ എന്റെ ഫോട്ടോ ചേട്ടാ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചത്. ഭൂമി ഏറ്റെടുക്കലിനെതിരെ എൽസ്റ്റൺ സുപ്രീം കോടതിയിൽ. പുനരധിവാസ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് നിരാശാജനകമെന്ന് ദുരന്ത ബാധിതർ പ്രതികരിച്ചു. അതേസമയം ടൗൺഷിപ്പ് പദ്ധതി പ്രദേശത്ത് സൈറ്റ് ഓഫീസ് തുറന്നു. ടൗൺഷിപ്പ് പദ്ധതിയിൽ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് പദ്ധതിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ച് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പുനരധിവാസ പദ്ധതിക്ക് നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തതെന്ന് എൽസ്റ്റൺ പറയുന്നു. പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ ദുരന്ത നിവാരണ നിയമം 2013 പ്രകാരം നഷ്ടപരിഹാരം ലഭിക്കണം. അല്ലാത്തപക്ഷം ഭൂമി ഏറ്റെടുക്കൽ തടയണമെന്നാണ് എൽസ്റ്റൺ ആവശ്യപ്പെടുന്നത്. കേസ് അടുത്ത ആഴ്ച പരിഗണിക്കും. ഏറെക്കാലത്തിന് ശേഷം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച ഘട്ടത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് നിരാശാജനകമെന്ന് ദുരന്തബാധിതർ പ്രതികരിക്കുന്നു. ഇവർ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഉടമകൾ സുപ്രീം കോർട്ടിൽ പോയിട്ട് പണി നിർത്തി വെക്കണം, അതിന് സ്റ്റേ വേണം എന്നാണ് പറയുമ്പോൾ വലിയ വേദന തോന്നുന്നുണ്ട്. ഇത്രയും ദിവസം എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അവർക്ക് അവരുടെ നഷ്ടപരിഹാരം കൂട്ടിക്കിട്ടണം എന്നായിരുന്നു. ഇപ്പോൾ അത് മാറി സുപ്രീം കോർട്ടിൽ പോയിരുന്നത് ഈ ജോലി നിർത്തിവെക്കണം, വീടിൻ്റെ പണി നിർത്തിവെക്കണം എന്ന് പറയുമ്പോൾ ഒരു വലിയ വേദന തോന്നുകയാണ്. 43.5 കോടി രൂപ കെട്ടിവെച്ചാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തത്. എന്നാൽ കൽപ്പറ്റയിലെ ഭൂമിയുടെ വിലയനുസരിച്ച് നന്നേ കുറവാണെന്നാണ് എൽസ്റ്റൺ പറയുന്നത്. 250 കോടി രൂപയെങ്കിലും വേണമെന്നാണ് ആവശ്യം. ഭൂമി ഏറ്റെടുക്കൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്താൽ കടുത്ത പ്രതിസന്ധിയാകും. അതേസമയം മാതൃകാ വീടിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്.
പദ്ധതി പ്രദേശത്ത് സൈറ്റ് ഓഫീസും തുറന്നു. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചതോടെ ദുരന്തബാധിതർ ആശങ്കയിലാണ്. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് തിരിച്ചടിയാകുമോ എന്നതാണ് ആശങ്കയ്ക്ക് കാരണം. വിശദാംശങ്ങളുമായി ഇല്യാസ് തത്സമയം ചേരുന്നു. ഇല്യാസ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നീതു, പ്രധാനമായും എൽസ്റ്റൺ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൽ ആ ഹർജിയിൽ തന്നെ പറയുന്ന കാര്യം, സർക്കാർ പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ തങ്ങൾക്ക് അർഹമായ പ്രതിഫലം അല്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നതാണ് അവർ ഏറ്റവും പ്രധാനമായും പറയുന്ന കാര്യം. 43.5 കോടി രൂപ മാത്രമാണ് സർക്കാർ ഇതിനോടകം ഹൈക്കോടതിയിൽ കെട്ടിവെച്ചിട്ടുള്ളത്. അതുതന്നെ അവരുടെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുമില്ല. ഹൈക്കോടതിയുടെ ഒരു നിയന്ത്രണമുണ്ട്. നേരത്തെ 257 കോടി രൂപ തങ്ങൾക്ക് ഈ ഭൂമിക്ക് വേണം എന്നതായിരുന്നു എൽസ്റ്റൺ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ആ സ്ഥാനത്താണ് 43.5 കോടി, അതായത് 43.5 കോടി രൂപ മാത്രം സർക്കാർ ഈ ഭൂമിക്ക് നൽകുന്നത്. ഈ വില പര്യാപ്തമല്ല എന്നതാണ് പ്രധാനമായും സുപ്രീം കോടതിയിൽ എൽസ്റ്റൺ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കലിന് സ്റ്റേ ഉണ്ടാവുകയാണെങ്കിൽ കടുത്ത പ്രതിസന്ധിയാകും ഈ മേഖലയിൽ ഉണ്ടാവുക. നമുക്കറിയാം, പുനരധിവാസ ഉരുൾപൊട്ടൽ നടന്ന് 9 മാസം തികയുകയാണ്. ഈ മാസം 30 എത്തിക്കഴിഞ്ഞാൽ 9 മാസം പൂർത്തിയാകും. എത്രയും പെട്ടെന്ന് തന്നെ പുനരധിവാസം നടപ്പിലാക്കുക എന്നതാണ് സർക്കാരിന് മുൻപിലെ പ്രധാന ലക്ഷ്യം. ഇത് അനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് എൽസ്റ്റൺ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം എന്തായാലും ഈ വിഷയത്തിൽ സ്റ്റേ ലഭിക്കാൻ സാധ്യതയില്ല. അതേസമയം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന പരാമർശം സുപ്രീം കോടതി നടത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സർക്കാരിന് ആശ്വാസമാകും. പുനരധിവാസ പദ്ധതിക്ക് യാതൊരുവിധ തടസ്സവും നേരിടില്ല. പക്ഷേ ഈ എൽസ്റ്റൺ ചൂണ്ടിക്കാട്ടിയത് പ്രകാരം ഈ ഹൈക്കോടതി വിധി റദ്ദ് ചെയ്യണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുകയാണ്. ഈ അക്കാര്യത്തിൽ ഒരു സ്റ്റേ ലഭിക്കുകയാണെങ്കിൽ കടുത്ത പ്രതിസന്ധി തന്നെ ഉണ്ടാകും. നിലവിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് 25 ഏക്കറോളം വരുന്ന സ്ഥലത്ത് തേയിലച്ചെടികളൊക്കെ പിഴുതു മാറ്റി കെട്ടിട നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. 2 മോഡൽ വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതെല്ലാം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വരും. അത് കടുത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. നീതു. ഇല്യാസാണ് വിശദാംശങ്ങൾ നൽകിയത്. എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായി മന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ നാളെ ചർച്ച നടക്കും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് ചർച്ച. 5 ദിവസമായി ടൗൺഷിപ്പ് പദ്ധതിക്കായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ തൊഴിലാളികൾ പന്തൽ കെട്ടി സമരത്തിലാണ്. എസ്റ്റേറ്റിൽ നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിവരുന്നത്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ കഴിഞ്ഞ 5 ദിവസമായി സർക്കാർ ഏറ്റെടുത്ത എസ്റ്റേറ്റ് ഭൂമിയിൽ പന്തൽ കെട്ടി സമരം നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസം റീജിയണൽ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയെങ്കിലും പ്രശ്നപരിഹാരമായിരുന്നില്ല. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അന്തിമഘട്ട ചർച്ച നടത്താമെന്ന ധാരണയിലാണ് അന്ന് പിരിഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് നാളെ കളക്ടറും മന്ത്രി OR കേളുവും പങ്കെടുക്കുന്ന ചർച്ച നടക്കുക. കളക്ടറേറ്റിലെ മിനി കോൺഫറൻസ് ഹാളിലാണ് ചർച്ച നടക്കുന്നത്. സംയുക്ത സമരസമിതിയിലെ വിവിധ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കും. എസ്റ്റേറ്റിലെ നിലവിലെ തൊഴിലാളികളുടെയും ജോലിയിൽ നിന്നും വിരമിച്ച തൊഴിലാളികളുടെയും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത്. പ്രശ്നപരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുത്തു. മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസം. ക്രൈസ്തവർക്ക് മാത്രമല്ല, ലോകത്തെ സർവ്വ മനുഷ്യർക്കും വെളിച്ചം പകരുന്ന അസാധാരണമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം. സഹനത്തിന്റെ യാത്രയ്ക്കൊടുവിലായിരുന്നു ആ മരണം. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്താമല വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര. ചാട്ടവാറടികൾ, പരിഹാസങ്ങൾ. കുരിശുമരണത്തിലൂടെ യേശു മനുഷ്യരാശിയെ പാപങ്ങളിൽ നിന്നും രക്ഷിച്ചു. ക്രൈസ്തവർ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ ദിനം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഒരു വിശുദ്ധമായി തീരണം, അല്ലെങ്കിൽ ഒരു വിശുദ്ധയായിട്ട് മാറണം എന്നൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈ ദുഃഖവെള്ളി നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്. ആഗ്രഹങ്ങളുടെ ഒരുപാട് ലിസ്റ്റുകൾ നമ്മൾ കൊണ്ട് നടക്കുമ്പോഴും
ഇങ്ങനെ സ്വർഗത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹം നമ്മുടെയൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ആഗ്രഹം സഫലമാക്കുവാനായിട്ട് എന്ത് ത്യാഗവും ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ഈ ദുഃഖവെള്ളി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ പീഠാനുഭവ വഴികളിലെ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള കുരിശിന്റെ വഴിയും ദേവാലയങ്ങളിൽ നടന്നു. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, വേറൊരിക്കൽ പോലെ അങ്ങയോട് സഹകരിപ്പിക്കുവാനും നടവയൽ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ പീഠാനുഭവ വായനയും നെയ്ക്കുപ്പ മദർ തെരേസ മൗണ്ടിലേക്ക് കുരിശിന്റെ വഴിയും നടന്നു. തെരേസ മൗണ്ടിലേക്ക് നടന്ന കുരിശിന്റെ വഴിയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് ഗർവാസിസ് മറ്റം നേതൃത്വം നൽകി. ഫാദർ ആൽബിൻ വളയത്തിൽ ദുഃഖവെള്ളി സന്ദേശം നൽകി. ഈശോയുടെ ആഗ്രഹം എന്ന് നമ്മൾ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. വചനം വെളിപ്പെടുത്തി തരുന്നത് എങ്ങനെയാണ്? ഈശോ ഭൂമിയിലേക്ക് വന്നത് സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാനും അതിന്റെ നിത്യത അനുഭവിക്കുവാനായിട്ട്, നിത്യരക്ഷ അനുഭവിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയാണ്. തുടർന്ന് നേർച്ച ഭക്ഷണവും കഴിച്ചാണ് വിശ്വാസികൾ മടങ്ങിയത്. സിജു, ന്യൂസ് ബ്യൂറോ, നടവയൽ. ഇടറാത്ത പാദങ്ങളുമായി യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണകൾ പുതുക്കി വിശ്വാസികൾ ഇത്തവണയും കൊളഗപ്പാറ കുരിശുമലയിലേക്ക്. അരനൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള കൊളഗപ്പാറ കുരിശുമലയിലേക്കുള്ള കാൽവറി യാത്രയ്ക്ക് ഇത്തവണയും എത്തിയത് ആയിരക്കണക്കിന് വിശ്വാസികൾ. മീനങ്ങാടി സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ പീഡാനുഭവ അനുസ്മരണ പ്രാർത്ഥനകളോടെയാണ് വിശ്വാസികൾ മല കയറിയത്. മേപ്പേരിക്കുന്ന് കുരിശടിയിലെ പ്രാർത്ഥനയോടെയാണ് കാൽവരി യാത്രയ്ക്ക് തുടക്കമായത്. കുരിശിന്റെ വഴിയിൽ യേശുക്രിസ്തുവിനെ മരണത്തിന് വിധിച്ചതു മുതൽ ശരീരം സംസ്കരിക്കുന്നതുവരെയുള്ള മുഴുവൻ സംഭവങ്ങളും അടിസ്ഥാനമാക്കി പ്രത്യേക ധ്യാനവും പ്രാർത്ഥനയുമായാണ് വിശ്വാസികൾ കുരിശു ചുമന്ന മല കയറിയത്. കല്ലുകൾ നിറഞ്ഞ കുത്തനെയുള്ള കയറ്റത്തിൽ ഭാരമേറിയ കുരിശും ചുമന്ന് പീഡാനുഭവങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് നടത്തിയ യാത്ര ഏറെ ഭക്തി നിർഭരമായി. പീഡാനുഭവ യാത്രയിൽ യേശുക്രിസ്തു മാതാവിനെ കാണുന്നതും കുരിശിൽ തറയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള 14 സ്ഥലങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. രാവിലെ 6 മണി മുതൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും മല കയറാനെത്തിയിരുന്നു. മല കയറാനെത്തുന്ന മുഴുവൻ വിശ്വാസികൾക്കും നേർച്ചക്കഞ്ഞി വിതരണവുമായി മീനങ്ങാടി സെന്റ് ഫ്രാൻസിസ് പള്ളി കമ്മിറ്റി ഭാരവാഹികളും മലയടിവാരത്ത് കർമ്മനിരതരായി. ഫാദർ മനു പന്തമാക്കൽ RCJയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിവിധ ആചാര ചടങ്ങുകൾ നടത്തിയത്. മലനാട് ന്യൂസ്, മീനങ്ങാടി. ദുഃഖവെള്ളി ദിനത്തിൽ എല്ലാ വർഷവും കൊളഗപ്പാറ കുരിശുമലയിലേക്ക് എത്തുന്നത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ. കൊടും ചൂടിൽ ദാഹിച്ച് വലഞ്ഞെത്തുന്ന വിശ്വാസികൾക്ക് തണ്ണീർ പന്തലൊരുക്കി മാതൃകയാകുകയാണ് DYFI കൃഷ്ണഗിരി യൂണിറ്റ് കമ്മിറ്റി. മുടങ്ങാതെ 15ാം വർഷമാണ് ഇവരുടെ നന്മ പ്രവർത്തനം. മതസൗഹാർദ്ദത്തിന് എന്നും മാതൃകയാണ് നമ്മുടെ കൊച്ചു കേരളം. ജാതിമത ചിന്തകൾക്കപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളുമെല്ലാം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുന്ന സുന്ദര കാഴ്ചകളാണ് നമ്മുടെ നാടിനെ വേറിട്ടതാക്കുന്നത്. മേടമാസത്തിലെ കത്തുന്ന വെയിലിൽ കൊളഗപ്പാറ കുരിശുമലയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവ സ്മരണകളോടെ പ്രാർത്ഥനാ നിർഭരമായി എത്തുന്ന വിശ്വാസികൾക്ക് ദാഹമകറ്റാൻ കുടിനീരുമായി കാത്തിരിക്കുകയാണ് കൃഷ്ണഗിരിയിലെ DYFI പ്രവർത്തകർ. ദാഹിച്ചു വലഞ്ഞെത്തുന്ന കൊച്ചുകുട്ടികളടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇവരുടെ നന്മ പ്രവർത്തനം ആശ്വാസമേകുന്നത്. DYFI ബ്ലോക്ക് സെക്രട്ടറി ഋതുഷോഭ്, യൂണിറ്റ് സെക്രട്ടറി ബെനീറ്റോ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൃഷ്ണഗിരിയിലെ DYFI തുടർച്ചയായി 15ാമത്തെ വർഷമാണ് ഇത്തരത്തിൽ വിശ്വാസികൾക്ക്, മലകയറുന്ന വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള തണ്ണീർപ്പന്തൽ ഒരുക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള
കുടിവെള്ളവും മറ്റു സൗകര്യങ്ങളും എല്ലാം ഒരുക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഈ കാലഘട്ടത്തിൽ ആളുകളെ വേർതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഡിവൈഎഫ്ഐയുടെ കൃഷ്ണഗിരി യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്നത്. രാവിലെ 6 മണി മുതൽ ആരംഭിക്കുന്ന കുരിശുമല കയറ്റത്തിന് വൈകുന്നേരം പരിസമാപ്തിയാകുന്നതുവരെ പ്രവർത്തകർ കുടിവെള്ളത്തോടൊപ്പം മറ്റ് സഹായങ്ങളുമായി കർമ്മനിരതരായിരിക്കും. മലനാട് ന്യൂസ്, മീനങ്ങാടി. അമ്പലവയൽ മഞ്ഞപ്പാറയിൽ നിന്നും MDMAയുമായി 2 യുവാക്കൾ പിടിയിൽ. നെല്ലാറച്ചാൽ സ്വദേശികളായ അബ്ദുൾ ജലീസ്, അസീസ് എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച ബൈക്കിൽ നിന്നും 1.73 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇവർ സഞ്ചരിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡിന്റെ സഹായത്തോടെ അമ്പലവയൽ പോലീസാണ് മയക്കുമരുന്ന് പിടികൂടിയത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പന്തൽ നിർമ്മാണം പുരോഗമിക്കുന്നു. കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ ഏപ്രിൽ 22 മുതൽ 28 വരെയാണ് എന്റെ കേരളം പ്രദർശന മേള നടക്കുക. വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിലാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി എന്റെ കേരളം പ്രദർശന വിപണന മേള ഒരുക്കുന്നത്. മേളയ്ക്കായുള്ള പന്തൽ നിർമ്മാണം ആരംഭിച്ചു. മുൻ വർഷങ്ങളെക്കാൾ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ നടത്തുക. എല്ലാ സർക്കാർ വകുപ്പുകൾക്കും സ്റ്റാളുകൾ ഉണ്ടാകും. ഇതിനു പുറമെ ലഹരി, ശുചിത്വം, കൃഷി തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടക്കും. എല്ലാ ദിവസവും വൈകുന്നേരം കേരളത്തിനകത്തും പുറത്തുമുള്ള കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളും നടക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ പരിപാടിയുടെ ഭാഗമായി അനുമോദിക്കും. വിനോദസഞ്ചാര മേഖലയിൽ ജില്ലയിലെ മുന്നേറ്റങ്ങൾ പ്രകടമാക്കുന്ന അവതരണങ്ങളും ഉണ്ടാകും. കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും നടക്കും. ഏപ്രിൽ 22 മുതൽ 28 വരെയാണ് പരിപാടി. വിവിധ മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായി മുഖ്യമന്ത്രി നേരിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാകും പരിപാടി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വയനാട്ടിലെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബായ വയനാട് യുണൈറ്റഡ് FC കേരള ബ്ലാസ്റ്റേഴ്സുമായി മത്സരിക്കും. കേരള പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനമാണ് വയനാട് യുണൈറ്റഡ് FC നടത്തുന്നത്. നാളത്തെ മത്സരം വിജയിക്കാനായാൽ സെമി ഫൈനൽ സാധ്യത ഉറപ്പിക്കാനാകും. KPL-ലെ 10 മത്സരങ്ങളിൽ 6 മത്സരങ്ങൾ വിജയിച്ചാണ് വയനാട് യുണൈറ്റഡ് FC ബ്ലാസ്റ്റേഴ്സിനോട് കളിക്കാനിറങ്ങുന്നത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മികച്ച പ്രകടനമാണ് വയനാട് യുണൈറ്റഡ് FC നടത്തുന്നത്. ഇതുവരെ നടന്ന 10 മത്സരങ്ങളിൽ 6 എണ്ണത്തിൽ വിജയിച്ചു. കേരള പോലീസിനോട് സമനിലയും നേടി. 19 പോയിന്റുമായി നിലവിൽ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ് വയനാട് യുണൈറ്റഡ് FC. നാളെ തൃശൂർ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി വയനാട് യുണൈറ്റഡ് FC മത്സരിക്കും. മത്സരത്തിൽ വിജയിക്കാനായാൽ സെമി ഫൈനൽ സാധ്യത ഉറപ്പിക്കാനാകും. പരിശീലകനായ ഡൈസൺ ചെറിയാന്റെ നേതൃത്വത്തിൽ വയനാട് യുണൈറ്റഡ് FCയുടെ ഹോം ഗ്രൗണ്ടായ പിണങ്ങോട് ചോലപ്പുറം സ്റ്റേഡിയത്തിൽ 3 മാസത്തോളമായി പരിശീലനം നടത്തിവരികയാണ്. കേരള ഫുട്ബോളിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വയനാട് യുണൈറ്റഡ് FC. മലനാട് ന്യൂസ്, കൽപ്പറ്റ. റോഡ് പണിയിൽ ക്രമക്കേട്, നാട്ടുകാർ രംഗത്ത്. കേണിച്ചിറ പണപ്പാടി കവല കേളമംഗലം റോഡ് പണിയിലാണ് ക്രമക്കേട് ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയത്. 2022 പണി ആരംഭിച്ച റോഡ് 2025 പണി പൂർത്തീകരിച്ചിട്ടില്ല. അവധി ദിവസം റോഡിലെ കുഴി അടയ്ക്കാനെത്തിയത് നാട്ടുകാർ തടഞ്ഞു. പോലീസ് എത്തി സംഘർഷാവസ്ഥ ഒഴിവാക്കി. കേണിച്ചിറ പണപ്പാടി കേളമംഗലം റോഡ് പ്രവൃത്തിയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇഴഞ്ഞു നീങ്ങുന്നത്. MLA ഫണ്ട് 40 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചത്. കഴിഞ്ഞ മഴക്കാലത്ത് പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. ആഴ്ചകൾക്ക് മുൻപാണ് കരാറുകാരൻ അറ്റകുറ്റപ്പണികൾക്കായി എത്തിയത്. അവധി ദിവസമായ ഇന്ന് അറ്റകുറ്റപ്പണികൾക്കായി എത്തിയ തൊഴിലാളികളെ ക്രമക്കേട് ആരോപിച്ച നാട്ടുകാർ തടഞ്ഞു. മൊത്തം വൃത്തിയാക്കി തരണം, അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇത് വിജിലൻസ് കേസുമായി മുന്നോട്ട് പോകാനാണ് ഇവിടുത്തെ നാട്ടുകാരുടെ തീരുമാനം. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എന്തെങ്കിലും ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഈ റോഡിൻ്റെ പണിയിൽ വളരെ തുടക്കം മുതൽ തന്നെ വളരെ മോശമായ ഒരു പണിയാണ് റോഡിൽ എടുത്തിരിക്കുന്നത്. പണപ്പാടി MLA റോഡ് എന്നാണ് ഈ റോഡിൽ അറിയപ്പെടുന്നത്. MLA വീട്ടിൽ തുടങ്ങി താഴ്ത്തങ്ങാടിയിൽ അവസാനിക്കുന്ന റോഡിൽ തന്നെ പകുതി ഭാഗമാണ് ടാർ ചെയ്തത്, മുഴുവൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് പൂർത്തീകരിച്ച് തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംഭവം വിവാദമായതോടുകൂടി കെണിച്ചിറ പോലീസും കരാറുകാരനും സ്ഥലത്തെത്തി തുടർന്ന് നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ച കൃത്യമായ രീതിയിൽ പണികൾ നടത്തുമെന്ന കരാറുകാരന്റെ ഉറപ്പിന്മേൽ നാട്ടുകാർ പിരിഞ്ഞുപോയി.
കേളമംഗലം പ്രദേശത്തെ 400ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് ഇത്. അടിയന്തരമായി വേണ്ട രീതിയിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, നടവയൽ. ഫാഷൻ ഷോകളിൽ മിന്നും പ്രകടനവുമായി 7 വയസ്സുകാരി. മാനന്തവാടി തോണിച്ചാലിലെ അൻഹ കൃഷ്ണയാണ് റാമ്പിലെ കുഞ്ഞു താരമാകുന്നത്. 9 മത്സരങ്ങളിൽ 6 ടൈറ്റിൽ വിന്നർ, 3 എണ്ണത്തിൽ റണ്ണേഴ്സ് അപ്പ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന IMFയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കേരള ബെസ്റ്റ് കിഡ് മോഡൽ 2024 പുരസ്കാരം. ഫാഷൻ ഷോകളിൽ മികച്ച പ്രകടനവുമായി ശ്രദ്ധേയമാവുകയാണ് മാനന്തവാടി MGM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ അൻഹ. എനിക്ക് സ്റ്റേജിൽ പേടിയില്ല. ഞാൻ എപ്പോ പാട്ടിട്ടാലും ഞാൻ കളിക്കും. എനിക്ക് സ്റ്റേജിലേക്ക് പോകാനാണില്ല. അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് അച്ഛനും അമ്മയും തരുന്ന വിശ്വാസം. ഇപ്പം ഞാൻ നല്ല ചെയ്യുന്നുണ്ട്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ നല്ല ചെയ്യുന്നുണ്ട്. പിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഡ്രസ് ചെയ്ത് തരുന്നുണ്ട്. അതിനനുസരിച്ച് എനിക്ക് ടൈറ്റിലും കിട്ടാറുണ്ട്. എനിക്ക് 6 ടൈറ്റിലും 3 റണ്ണർപ്പുമാണ് കിട്ടിയിരിക്കുന്നത്. ജില്ലയിൽ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ഫാഷൻ ഷോകളിൽ പങ്കെടുത്തായിരുന്നു അൻഹയുടെ തുടക്കം. തൃശ്ശൂരിൽ നടന്ന ഫാഷൻ സൂം മാഗസിൻ ഫാഷൻ ഷോ, കോഴിക്കോട് നടന്ന പ്ലയാസ ഫാഷൻ ഷോ, കൊച്ചിൻ ഫാഷൻ വീക്ക് 2025 തുടങ്ങിയവയിലെല്ലാം 1ാം സ്ഥാനം നേടി അൻഹ താരമായി മാറി. അമ്മയാണ് വസ്ത്രം ഡിസൈൻ ചെയ്യുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും. ഈ രംഗത്തെ കൂടുതൽ മുന്നേറണമെന്നാണ് അൻഹയുടെ ആഗ്രഹം. മാനന്തവാടി അൻഹാസ് ഡിസൈൻ ഉടമകളായ തോണിച്ചാൽ പുതിയ പറമ്പത്ത് പ്രസാദിന്റെയും പ്രഭിതയുടെയും മകളാണ് അൻഹ. മലനാട് ന്യൂസ്, മാനന്തവാടി. വാഴവറ്റ പട്ടാമ്പിക്കുന്നിലെ പൊന്നമ്മ ടീച്ചർക്കും സ്നേഹവീട്. CPIM കല്ലുപാടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹഭവനം ഒരുങ്ങുന്നത്. 450 സ്ക്വയർ ഫീറ്റ് വീട് 3 മാസത്തിനുള്ളിൽ നിർമ്മിച്ചു നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പാർട്ടി നേതാക്കൾ. അംഗൻവാടി ടീച്ചറായ പട്ടാമ്പിക്കുന്നിലെ ആനക്കുഴിയിൽ പൊന്നമ്മ ടീച്ചറും കുടുംബവും പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ പ്രാണഭീതിയോടെയാണ് കഴിഞ്ഞിരുന്നത്. ഇവരുടെ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറി മുഹമ്മദ് ഷജീദും കൂട്ടരും കുടുംബത്തെ വാടക വീട്ടിലേക്ക് താൽക്കാലികമായി മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഭൂമിക്ക് കൃത്യമായ രേഖയില്ല എന്ന കാരണത്താൽ തീർത്തും നിരാലംബരായ ഈ കുടുംബത്തിന് ലൈഫ് ഭവന പദ്ധതിയിലും വീട് ലഭിക്കുകയില്ല. ഈ സാഹചര്യത്തിലാണ് CPIM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജീവകാരുണ്യ മേഖലയിൽ നടപ്പിലാക്കുന്ന സ്നേഹവീട് പദ്ധതിയിൽ ഈ കുടുംബത്തെയും ഉൾപ്പെടുത്തി വീട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. വീടിന് ജില്ലാ സെക്രട്ടറി K. റഫീഖ് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ജീവിക്കാൻ അല്ലെങ്കിൽ താമസിക്കാൻ ആവശ്യമായ വീട് എന്നത് അത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് CPIM കാണുന്നത്. നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൈക്കൊണ്ടിട്ടുള്ള തീരുമാനപ്രകാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ വീട് വെച്ചു കൊടുക്കുന്ന പ്രവർത്തനം വലിയ ഗൗരവമായ പ്രവർത്തനമായി സംഘടിപ്പിക്കുക. ഇപ്പോൾ വയനാട് ജില്ലയിൽ തന്നെ ഇപ്പോൾ ഇത് 38ാമത്തെ വീടാണ് ഇപ്പം നിർമ്മിക്കാൻ പോകുന്നത്. 37 വീടുകൾ CPIM എന്ന നിലയിൽ നമ്മളിപ്പോൾ നിർമ്മിച്ച് കൈമാറിക്കഴിഞ്ഞു. കുറേ സ്ഥലത്ത് വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരുടെ നന്മ പ്രവർത്തനത്തിന് പിന്തുണയുമായി പ്രദേശവാസികളും നാട്ടുകാരുമുണ്ട്. 5 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ പരമാവധി വിഭവ സമാഹരണത്തിലൂടെയും ശ്രമദാനത്തിലൂടെയും കണ്ടെത്തി വീടിന്റെ മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിച്ച കുടുംബത്തിന് കൈമാറും. കൽപ്പറ്റ ഏരിയ കമ്മിറ്റി സെക്രട്ടറി V. ഹാരിസ്, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മലനാട് ന്യൂസ്, മീനങ്ങാടി. ഇനി സ്വർണ്ണവില. സ്വർണം പവന് 71,560 രൂപ, ഗ്രാമിന് 8,945 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മുട്ടിലിൽ KSRTC സ്വിഫ്റ്റ് ബസ്സിന് നേരെ ആക്രമണം. ബസിന്റെ ചില്ല് തകർത്തത് ബൈക്കുകളിലെത്തിയ 3 പേർ. പരിക്കേറ്റ ബസ് ഡ്രൈവർ ചികിത്സയിൽ. ആക്രമണം ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് മാറാൻ കാരണം ബസ്സാണെന്ന് ആരോപിച്ച് സംഭവത്തിൽ മീനങ്ങാടി സ്വദേശികളായ 3 പേർ അറസ്റ്റിൽ. ഭൂമി ഏറ്റെടുക്കലിനെതിരെ എൽസ്റ്റൺ സുപ്രീം കോടതിയിൽ. പുനരധിവാസ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് നിരാശാജനകമെന്ന് ദുരന്ത ബാധിതർ.
എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായി മന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ നാളെ ചർച്ച കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംയുക്ത സമരസമിതി സമരം നടത്തിവരുന്നത് എസ്റ്റേറ്റിൽ നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ കവിതാ ചന്ദ്രൻ ചേരും. നമസ്കാരം.